നമസ്കാരം. നമസ്കാരം. സിനിമയിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും വിനോദേട്ടനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് നിന്നാണ് വരുന്നത്. കോഴിക്കോടിനൊരു പ്രത്യേകത ഉണ്ട്. കുതിരവട്ടം പപ്പു, മാമുക്കോയ തുടങ്ങിയിട്ടുള്ള ലോകം കണ്ട ഹാസ്യ സമ്രാട്ടുകളുടെ ആ ഒരു സ്റ്റേജിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹാസ്യം, തമാശ എന്ന് പറയുന്ന ലാഘവത്തോടെ കാണേണ്ടതല്ല. അത് ചെയ്യുന്ന ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് എൻട്രി കിട്ടുമ്പോൾ ഈ തമാശ ഏത് രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളതൊരു മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും. എന്തൊക്കെയായിരുന്നു അതൊക്കെ? അല്ല, അങ്ങനെ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത തമാശകൾ കണ്ടിട്ടാണ് ചില ഡയറക്ടർമാർ നമ്മളെ വിളിക്കുന്നത്. നിങ്ങൾക്ക് പറ്റും, ഏത് ക്യാരക്ടറും നിങ്ങളുടെ കയ്യിൽ സ്യൂട്ടാണ് എന്ന് അവർ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് നല്ലൊരു വേഷം എനിക്ക് കിട്ടുന്നത് പരുന്ത് എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കൂടെ ചെറിയൊരു ഒറ്റ സീനും ഉള്ളു. മമ്മൂട്ടിയുടെ കൂടെ ടി റസാക്ക് ആണ് എനിക്ക് ആ വേഷം വിളിച്ചു തരുന്നത്. പക്ഷേ പടത്തിലത് ചെറിയൊരു വേഷമാണെങ്കിൽ പോലും ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞു. പക്ഷേ ആ ഒറ്റ സീനിൽ അഭിനയിച്ചപ്പോൾ തന്നെ മമ്മൂട്ടി എന്നെ അനുഗ്രഹിച്ചു. കാരണം ഒറ്റ ടേക്കിൽ അത് ഓക്കെ ആയി, വളരെ നന്നായിട്ട് ചെയ്തു, ഭാവി ഉണ്ടെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി വിട്ടു. പിന്നീട് എനിക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആദാമിൻ്റെ മകൻ അബുവിലേക്കാണ്. അതിലൊരു അതിലൊരു മീക്കാരന് മൊയ്തീൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതെ, കോഴിക്കോടൻ സംഭാഷണ ശൈലിയിൽ ഇത്രയും അംഗീകാരങ്ങൾ കിട്ടിയ ഒരു സിനിമയിൽ ഭാഗമാവാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഈ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞതും ശരിക്കും ഇപ്പോഴാണ് എനിക്ക് സിനിമ, എൻ്റെ 40 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്ന ആളാണ്. പക്ഷേ അച്ഛനൊന്നും ഒന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അമ്മയ്ക്കാണ് ഇപ്പോൾ ആ ഭാഗ്യമുള്ളത്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒന്നും മുഴുവനും ഞാൻ പറയുന്നില്ല. ശരിക്കും മനസ്സിനെ മറവിപ്പിച്ച റെയിലിൻ്റെ മേലെ ഞാൻ തല വെച്ചിട്ട് ട്രെയിൻ വരുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നി, എന്തിന് ഒരേ സംവിധായകൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഒരാളിങ്ങനെ കാണിച്ച് വെച്ച് ഇനി എത്ര സംവിധായകന്മാർ കിടക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആത്മഹത്യ നിന്ന് പിന്തിരിഞ്ഞ് പോന്നിട്ടുണ്ട്. അത്രയും മനസ്സിന് വിഷമിച്ചിട്ടാണ്. അതൊക്കെ ഒരു സിനിമയിൽ എൻട്രി കിട്ടിയതിന് ശേഷമാണോ? ഒരിക്കലുമല്ല, മുമ്പ് നല്ലൊരു എൻട്രി കിട്ടാൻ തുടങ്ങുന്ന സമയത്താണ് എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ വിളമ്പി വെച്ചിട്ട് അത് നിങ്ങൾക്കുള്ള ഭക്ഷണമല്ല കേട്ടോ എന്ന് പൊയ്ക്കോളൂ എന്ന് പറയുമ്പോഴുള്ളൊരു അവസ്ഥ എന്താ? അത്രയും പ്രിപ്പറേഷൻ. ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഡ്രസ്സുകൾ മുഴുവൻ എടുത്ത് ഒരു മാസത്തെ ഷൂട്ടിങ്ങിന് ചെന്നിട്ട് എന്നെ ഇങ്ങനെ തൊട്ട് മുന്നിലിരിക്കുന്ന ആൾ പറയാം, നിങ്ങളല്ല, അത് വേറൊരാളാണ് ചെയ്യുന്നത്. ഞാൻ തിരിച്ചു പോരാ. അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ സിനിമ നിർത്തി വെക്കായിരുന്നു. ഇനി വരട്ടെ, ഇനി സമയമാകുമ്പം, അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്നെ ഹെഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമ. പക്ഷെ പിന്നീട് ഞാനിങ്ങനെ ഓരോ സ്ഥലത്തും കോമഡി ചെയ്ത് ഇറങ്ങുമ്പം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ എന്നോട് പറഞ്ഞു, വിനോദ് സത്യനന്ദിക്കാരനൊന്ന് പോയി കാണും, അയാൾ കണ്ടാൽ വിനോദ് രക്ഷപ്പെടും. അയാളുടെ സിനിമയിലാണ് ഇങ്ങനത്തെ നാട്ടുമ്പുറം തമാശകളും കാര്യങ്ങളൊക്കെ. വിനോദിന് അയാൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, വിനോദ് അയാളൊന്ന് പോയി കാണാൻ ശ്രമിക്കും. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ കാണാൻ ശ്രമിച്ചൊരു സംവിധായകൻ സത്യനന്ദിക്കാടാണ്. അതിൻ്റെ വീട്ടിൽ ഞാൻ ഒന്നിലേറെ തവണ പോയി, കാണാൻ പറ്റിയില്ല. ഷൂട്ടിംഗ് സ്ഥലത്ത് പോകുമ്പോൾ പ്രശ്നങ്ങൾ, കാണാൻ പറ്റുന്നില്ല. ഹോട്ടലിൽ ചെല്ലുമ്പോൾ തടസ്സങ്ങൾ, എവിടുന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇയാൾ എൻ്റെ പെർഫോമൻസ് ഒരിക്കൽ കാണുകയും ചെയ്തു. കോഴിക്കോട് പ്രസ് ക്ലബിൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് മുമ്പിൽ ഗസ്റ്റായിട്ട് അയാൾ ഇരിക്കണം. അയാൾ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടും ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അയാളെ വന്നൊന്ന് കാണാം, ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വന്നപ്പോഴേക്കും അയാൾ പോയി. അതും മിസ്സിങ്, വെറും മിസ്സിങ്ങാണ്. അന്നൊക്കെ എൻ്റെ കൂട്ടുകാർ പറയുമായിരുന്നു, എനിക്കിങ്ങനെയൊക്കെ പിന്നെ ജസ്റ്റ് മിസ്സാക്കി, അയ്യടാ നീ അപ്പം എത്തിയിരുന്നെങ്കിൽ നിനക്കത് കിട്ടിയില്ല, അങ്ങനെ ജസ്റ്റ് മിസ്. അപ്പം എന്നോട് എൻ്റെ കൂട്ടുകാർ പറയുന്നത്, നീ കടാമ്പുഴ പോയിട്ട് ജസ്റ്റ് മുട്ടടിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെ സത്യനന്ദിക്കാട് എന്നുള്ള ഈ ആളെ കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ വിഫലമായപ്പം അതും ഞാൻ നിർത്തിവെച്ചു, മതി. പക്ഷെ ദൈവം ഈ 40-ാം വയസ്സ് കഴിഞ്ഞപ്പം സത്യനന്ദിക്കാട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു, എൻ്റെ ഫോണിൽ വിളിച്ചു. അയാൾ എന്നെ കാണണമെന്ന് പറയുന്നു. ഞാൻ ആദ്യം, കാരണം എൻ്റെ കൂട്ടുകാർ പലരും എന്നെ ഫോൺ ചെയ്ത് പറ്റിക്കാറുണ്ട്, വിശേഷിയാണ് ജോഷിയാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പോയി ലൈനിൽ നിന്നിട്ടുണ്ട്, സത്യം. കൂട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ പല ഹോട്ടലിന് മുന്നിൽ പോയി നിന്നിട്ടുണ്ട്. എന്നിട്ട് അവരെൻ്റെ ബൈക്കിൽ വരും, എന്താ അവിടെ നിൽക്കണേ? ഞാൻ പറഞ്ഞു, ഒന്നില്ലടാ ജോഷി വിളിച്ചിട്ടുണ്ട്, ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. എൻ്റെയൊക്കെ ഒരു കാര്യമായി. അപ്പോൾ അവൻ കയറിക്കുക ഞാനേന് ജോഷി എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയ അവസ്ഥയൊക്കെ ഇട്ടത്. അപ്പോൾ ഈ സത്യനന്ദിക്കാട് വിളിച്ചപ്പോഴും എനിക്ക് ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായി. ആദ്യം സംശയം തോന്നി. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വിശ്വസിക്കാമോ? പിന്നെ എന്താ വിനോദേ, ഞാൻ തന്നെയാണ് സാറേ, പലരും പറ്റിക്കാരനാവണ്ട. അല്ല, ഞാൻ കുറേ ആയി വിനോദനെ കാണാം, എനിക്ക് നേരിട്ടൊന്ന് കാണണം. എപ്പോൾ വരും? തൃശ്ശൂർ വരുമെന്ന്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു. തൃശ്ശൂർ വെച്ച് അദ്ദേഹവുമായിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു 10-40 സിനിമ ചെയ്ത് ഹിറ്റാക്കിയ ഒരാളുടെ മുന്നിൽ അയാൾ വളരെ സാധാരണക്കാരനായിട്ട് എൻ്റെ മുന്നിലിരിക്കുക. ഞാൻ പറയുന്നത് മുഴുവൻ അയാൾ കേൾക്കുക.
അയാൾ എന്നോട് പറഞ്ഞു, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാന്ന്. നാടോടിക്കാട്ടിൽ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇപ്പം എൻ്റെ സമയമാണ്. അയാൾ പറഞ്ഞു ഇപ്പോൾ വിനോദിൻ്റെ സമയമായി. ഞാൻ വിനോദിനെ അങ്ങോട്ട് വിളിച്ചില്ലേ, എൻ്റെ പടത്തിൽ വിനോദ് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പോകും. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ എൻ്റെ ഭാര്യ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ചേട്ടൻ സത്യനന്ദിക്കാടിനെ പോയി കാണും, സത്യനന്ദിക്കാട് ഏട്ടനെ രക്ഷപ്പെടുത്തും. ഞാൻ അയാളോട് പറഞ്ഞു, എൻ്റെ ഭാര്യ വരെ പറഞ്ഞിട്ടുണ്ട് സാറിനെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് അയാൾ എന്നെ പ്രതീക്ഷ അന്ന് തിരിച്ചയക്കുമ്പോൾ ഞാൻ സ്വപ്നമാണോ, തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടുള്ള ബസ് യാത്രയിൽ ഇത് സ്വപ്നമാണോ എന്നുള്ള തോന്നൽ എനിക്ക് പിറ്റേന്ന് രാവിലെ എണീറ്റിട്ടും ഞാൻ സ്വപ്നം കണ്ടതാണോ എന്നുള്ളതാണ് സത്യമായിരുന്നു. അങ്ങനെ സത്യനന്ദിക്കാട് അയാളെ പുതിയ തീരങ്ങൾ എന്ന പടത്തിൽ എനിക്ക് നല്ലൊരു വേഷം, അതും ഒരു നായികയെ വരെ എനിക്ക് തന്നിട്ടുള്ളൊരു വേഷം അദ്ദേഹം തന്നു. അദ്ദേഹമായിട്ടും അദ്ദേഹത്തിൻ്റെ യൂണിറ്റുമായിട്ടും അദ്ദേഹത്തിൻ്റെ മകനുമായിട്ടൊക്കെ വല്ലാത്തൊരു ബന്ധം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എൻ്റെ ജാലിയൻ കണാരെന്നുകൊണ്ട് സ്കിറ്റുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ. ഈ സ്കിറ്റാണ് അദ്ദേഹത്തിന് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയൊരു സംഭവം. ഈ സ്കിറ്റ് അയാൾ പലവട്ടം കണ്ടിട്ടുണ്ട്. എൻ്റെ അയാൾ എന്നോട് സിനിമയ്ക്കൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുമോ വിനോദിന്, ഞാൻ ഡയറക്റ്റ് ചെയ്തോളാം. അത് എനിക്ക് കിട്ടിയ വലിയൊരു അപ്രിസിയേഷനായിട്ട് ഞാൻ കാണാം. കാരണം നമ്മൾ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുക എന്ന് പറഞ്ഞൊരു സത്യമാണ്. സത്യനന്ദിക്കാടിൻ്റെ പടത്തിൽ അത്ര നല്ലൊരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ഇപ്പോഴുള്ള ഏതൊക്കെ പടങ്ങളിലാണ്? ഇപ്പം ഞാൻ സത്യനന്ദിക്കാടിൻ്റെ പടത്തിൽ പിന്നെ എനിക്ക് ശേഷം ഉണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിയാണ് ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ട ഒരാൾ. കാരണം മമ്മൂക്ക അതിനുശേഷം ഈ മറിമായം എന്ന പരിപാടി വന്നതോടെ മമ്മൂക്ക ഈ പരിപാടി നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലും എന്നെപ്പറ്റി മമ്മൂക്ക പറയുന്നുണ്ടെന്നുള്ള ന്യൂസ് എനിക്ക് കിട്ടി, സിനിമാക്കാരൊക്കെ. അങ്ങനെ മമ്മൂക്കയെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം കോഴിക്കോട് നമ്മളെ VM വിനു എന്ന് പറഞ്ഞ സംവിധായകൻ, VM വിനുവിൻ്റെ അടുത്തും ഞാൻ മുമ്പ് പോയിട്ട് അവസരങ്ങളൊക്കെ ചോദിച്ചാൽ, പക്ഷെ അന്നൊന്നും സാറിന് എന്നെ അറിയില്ല. അങ്ങനെ സാറിൻ്റെ പുതിയ സിനിമയുടെ സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് മമ്മൂട്ടിയെ കഥ കേൾപ്പിക്കാൻ വേണ്ടി മമ്മൂട്ടി എടുത്ത് തന്നു. അപ്പം മമ്മൂട്ടി അയാളോട് ചോദിക്കുക, അങ്ങനെ കോഴിക്കോട് വിനോദ് ഗോവൂർ എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, എന്താ അയാൾ നിങ്ങളെ സിനിമയിലൊന്നും ഇല്ലാത്ത, അയാളെ നിങ്ങളെ സിനിമയിൽ വേണം, നല്ല ആർട്ടിസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ VM വിനു എന്നെ വിളിക്കുകയല്ല, ഞാൻ കോഴിക്കോട് ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോൾ അവിടെ VM വിനു ഗസ്റ്റായിട്ട് വരുന്നു. ഈ ഗസ്റ്റായി വന്ന VM വിനു സ്റ്റേജിൽ കയറി വന്ന് എൻ്റെ അടുത്ത് മൈക്ക് മേടിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ നിൽക്കുന്ന കലാകാരൻ ഭയങ്കര നടനാണ്, ഇവൻ ഭയങ്കര ടൈമിങ്ങുള്ള നടനാണ്, ഇവനെ മലയാള സിനിമ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പം ഞാനും അതിശയപ്പെട്ടു, ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയണമെന്നാണ്. അതുകൊണ്ട് ഇതൊന്നും ഞാൻ പറഞ്ഞ വാക്കുകളല്ല, മമ്മൂട്ടി പറഞ്ഞ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പുതിയ പടത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ, അപ്പം മമ്മൂട്ടി എന്നോട് പറയുമായിരുന്നു. അങ്ങനെ മൂപ്പരും എന്നോട് പറയും, വിനോദ് എൻ്റെ പടത്തിൽ ഒരു വേഷം നീ ചെയ്യണം, മമ്മൂക്കയുടെ ആഗ്രഹമാണ് അതെന്ന്. അങ്ങനെയാണ് ഫേസ് ടു ഫേസ് എന്ന സിനിമയിൽ ഞാനും മമ്മൂട്ടിയും തമ്മിലുള്ള 2 സീനുള്ളൂ. പക്ഷേ ആ 2 സീന് എനിക്ക് വലിയൊരു ഭയങ്കര അംഗീകാരമാണ്. കാരണം ഫസ്റ്റ് സീനിൽ ഞാനൊരു ലെങ്തി ഡയലോഗ് പറയുന്നുണ്ട്. മമ്മൂക്കക്ക് ഡയലോഗ് ഒന്നുമില്ല, മമ്മൂക്ക എല്ലാത്തിനും തലയാട്ടൊക്കെ നിൽക്കുകയുള്ളൂ. ഈ ലെങ്തി ഡയലോഗ് ഫസ്റ്റ് സീൻ ആദ്യത്തെ ഷൂട്ടാണ് രാവിലെ. അപ്പോൾ ഡയറക്ടറിനോട് പറഞ്ഞു, വിനോദേ കറക്റ്റ് ആക്കണം, മമ്മൂട്ടിയാണോ ഓപ്പോസിറ്റിൽ, ഓക്കെ ആയില്ലെങ്കിൽ ആകെ പണിയാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ നല്ല കോൺഫിഡൻസിൽ നിൽക്കണം. മമ്മൂക്ക വന്നു, അപ്പം എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കണം, മമ്മൂക്കയല്ലേ ഒക്കെ വന്നു. അപ്പം നോക്കാമല്ലോ, എവിടെ വിനോദ് റെഡിയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം വിനേട്ടൻ മമ്മൂക്കയോട് ചോദിക്കണു, അല്ല മമ്മൂക്ക റിഹേഴ്സലൊന്നും വേണ്ട, വിനോദിന് റിഹേഴ്സൽ വേണോ? അപ്പോൾ എനിക്ക് റിഹേഴ്സൽ വേണമെന്നുണ്ട്, പക്ഷെ മമ്മൂട്ടി ഇത് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത് നമ്മുടെ കോൺഫിഡൻസ് വേണ്ട പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ടേക്ക് ആക്ഷൻ പറയലും. ഞാൻ മദ്യപാനിയായിട്ടാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. ഞാൻ സാധാരണ മദ്യം കഴിക്കാറില്ല, പക്ഷേ 8 പെഗ് കഴിച്ചതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് നീ വരുന്നതെന്ന് എന്നോട് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഞാൻ വന്നു, മമ്മൂട്ടിയുടെ മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തു. അവസാനം ഡയലോഗ് അടിച്ച് ഞാൻ അകത്തേക്കൊണ്ട് പോകണം. ഡയലോഗ് മമ്മൂട്ടിയോട് ചോദിക്കും, നിങ്ങളെ എപ്പോഴൊന്നും പണ്ട് കണ്ട് പരിചയമില്ലല്ലോ, നിങ്ങളെ കണ്ടാൽ തറവാട്ട് പറഞ്ഞ ലുക്ക് ഉണ്ടല്ലോ, അല്ല നിങ്ങൾ പാൻറ്റിട്ട് ചന്തിൻ്റെ താഴെ അല്ലേ മുകളിലോ, അല്ല ഇപ്പോഴത്തെ കുണ്ടന്മാരൊക്കെ അങ്ങനെയാണേ, വീട്ടിലേക്ക് വരുന്ന ഒരു സംസ്കാരമുള്ള ഒരാൾ നിങ്ങളാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മമ്മൂട്ടിയോട് ഞാൻ, മമ്മൂട്ടി എല്ലാത്തിനും ആഹാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡയലോഗ് മൊത്തം കഴിഞ്ഞ് ഞാൻ അത്തേക്കൊണ്ട് പോയി. സംവിധായകൻ കട്ട് പറഞ്ഞു, ഓക്കെ പറഞ്ഞു. ഈ ഓക്കെ പറഞ്ഞു ഉടനെ മമ്മൂട്ടി എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് മമ്മൂട്ടി ഒന്ന് അഭിനന്ദിച്ചു. അത് എനിക്ക് കിട്ടിയ ഏറ്റവും എനിക്കൊരു വലിയൊരു അവാർഡ് കിട്ടിയ പോലെയാണ് എനിക്കത്. വിനോദേട്ടന് കിട്ടിയിരിക്കുന്നത് മുഴുവൻ അത്തരത്തിലുള്ള അവാർഡുകളാണ്. സത്യം ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്നിട്ട് വിനോദേട്ടൻ എന്നോട് പറയുകയും ചെയ്തു, VM വിനും, കാരണം മമ്മൂക്കയുടെ ആ അഭിനന്ദനമൊക്കെ നിനക്ക് ഫ്രെയിം ചെയ്ത് വെക്കാം കേട്ടോ, കാരണം മമ്മൂക്കൊക്കെ അങ്ങനെ ഒന്ന് പറഞ്ഞു കിട്ടണമെങ്കിൽ ടൈം എടുക്കും, പക്ഷേ നിനക്ക് ഫസ്റ്റ് തന്നെ അത് കിട്ടി. എന്നിട്ട് മമ്മൂക്ക എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പിന്നെ എന്നെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞ് നല്ലപോലെയൊക്കെ നിന്നേക്കണം,
സിനിമയിൽ വന്ന് എല്ലാവരും പറയിപ്പിച്ചുകൊണ്ടിരിക്കുക, നീ നന്നായിട്ട് കഴിക്കൂലേ എന്ന് ചോദിച്ചു എന്നോട്. നന്നായിട്ട് കഴിക്കൂലെന്ന്. അപ്പം ഞാനില്ല മമ്മൂക്ക, ഞാൻ തൻ്റെ കണ്ണ് കണ്ടറിയാം താൻ നന്നായിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ മമ്മൂക്ക ഞാൻ കഴിക്കാറില്ല, ഞാൻ മദ്യപാനിയല്ല, ഞാൻ സിഗരറ്റും വലിക്കാറില്ല. എങ്കിൽ നിനക്ക് തന്ന് നല്ലപോലെ എന്നാൽ നിനക്ക് മലയാള സിനിമയിൽ നല്ല സ്പേസ് ഉണ്ട് ഞാനാ പറയണേ എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പര് അന്ന് അത് കഴിഞ്ഞ് പിരിഞ്ഞു. അതിനുശേഷം കോഴിക്കോട് ബാവുട്ടിയുടെ നാമത്തിൻ്റെ സെറ്റിൽ ഇരിക്കുമ്പം എൻ്റെ വീട്ടിന് തൊട്ടടുത്തായിരുന്നു ഷൂട്ട്. അവിടെ ചെന്നപ്പോഴും 2 മണിക്കൂർ നേരം മമ്മൂക്കയുടെ കൂടെ. മമ്മൂക്ക എന്നോട് പറഞ്ഞത്, നീ ഇനി മിമിക്രിയൊക്കെ നിർത്തണം, നിനക്കിനി സിനിമ വരും, സിനിമ കൊണ്ട് ജീവിച്ചാൽ മതി, ഇനി കോഴിക്കോടിൻ്റെ ഇത് നിന്നിലൂടെയാണ് ഇനി ആൾക്കാർ അറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഒരു എനിക്ക് ഊർജ്ജം കിട്ടിയ പോലെയാണെന്ന് നമുക്ക്. രഞ്ജിത്തിനൊക്കെ എന്നെ പരിചയപ്പെടുന്നത്, ഞാൻ കയറി ചെല്ലുന്നത് തന്നെ രഞ്ജിത്ത് പിന്നെ വിനോദ് കപൂറിൻ്റെ സ്പോൺസറാണല്ലോ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് മമ്മൂക്കയെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അത് വല്ലാത്തൊരു ഭയങ്കര ഒരു ഇൻറ്റിമസി ഉണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു മമ്മൂക്കയായിട്ടുള്ള ആ ഒരു ഇത്. ഇനിയിപ്പോൾ പുതിയ പടങ്ങളിൽ മമ്മൂക്കയുടെ കൂടെയുള്ളൊരു പടപ്പം ഉണ്ട്. കാരണം നമ്മുടെ സലീം അഹമ്മദിൻ്റെ പുതിയ പടം കുഞ്ഞനന്ദൻ്റെ കട എന്ന് പറഞ്ഞ പടത്തിൽ എനിക്കൊരു വേഷം ഉണ്ടെന്നാണ് അറിയുന്നത്. പിന്നെ ഇപ്പം ഞാൻ ചെയ്തൊരു പടം, അത് നമ്മുടെ ദീപൻ എന്ന് പറഞ്ഞ ഡയറക്ടർ സംവിധാനം, സിം എന്നൊരു പടം. ഒരു സിം കാർഡ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നൊരു പ്രശ്നമാണ്. ഒരു സാധാരണക്കാരുടെ ഒരു പടമാണ്. വളരെ ഹ്യൂമറസ് ആയിട്ട് പടം ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ അബ്ദുള്ള എന്നുള്ള നല്ലൊരു ക്യാരക്ടറാണ്, ഫുൾ ടൈം നായകൻ്റെ കൂടെ ഉള്ളൊരു ക്യാരക്ടറായിട്ടാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ മറിമായം ടീമിലെ ഞങ്ങൾ 5 പേരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയിട്ട് മിലൻ ജലീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടം, വല്ലാത്ത പകയെന്നാണ് പടത്തിൻ്റെ പേര്. അതിൽ മൊയ്തു അല്ല, ക്യാരക്ടർ സുക്കൂറാണ്. എന്നാലും മുസ്ലിം ക്യാരക്ടർ തന്നെയാണ്, നല്ല തമാശയുള്ളൊരു ക്യാരക്ടറാണെന്ന് പറയുന്നത്. അതൊക്കെ ഒരു സ്വപ്നമായിട്ട് ഇങ്ങനെ ഇരിക്കുക, ആ പടമൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പിന്നെ വേറെ 2-3 പടങ്ങൾ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് വരാണ്ട്. ഒന്ന് സ്റ്റെപ്സ് എന്ന് പറഞ്ഞൊരു പടം, പിന്നെ ക്രിസ്പി ചിക്കൻ, 101 ചോദ്യങ്ങൾ, നല്ല കുഴപ്പമില്ലാത്ത ക്യാരക്ടേഴ്സ്. പിന്നെ പച്ചയുടെ ഭൂപടം എന്ന് പറഞ്ഞൊരു സിനിമ, അങ്ങനെ കുറേ സിനിമകൾ വന്നത്. ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ ചെയ്തൊരു 15 മിനിറ്റിൻ്റെ ഒരു സിനിമ ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമായിട്ട്. കാരണം എനിക്ക് സത്യത്തിൽ ഈ കോമഡി മാത്രം ചെയ്യാൻ, ഒരു സീരിയസ് വേഷം ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഞാൻ 5 വർഷം കേരളോത്സവ നാടക മത്സരത്തിൽ ബെസ്റ്റ് ആക്ടറാണ്. 5 വർഷം. അത് കോഴിക്കോട്ടെ പ്രഗത്ഭരായ നാടകക്കാരാണ് ആ നാടകങ്ങളൊക്കെ സംവിധാനം ചെയ്തത്. ഈ 5 നാടകങ്ങളിലും ഞാൻ ചെയ്തത് വളരെ സീരിയസ് കഥാപാത്രങ്ങളാണ്. അപ്പം വളരെ സീരിയസ് ആയിട്ടുള്ള റോൾ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒരു കോമഡിക്കാരനായിട്ട് മാത്രം തന്നെ അത് ആക്കരുതെന്നുള്ള, പിന്നെ ഒരു കോഴിക്കോടൻ ഭാഷക്കാരനെ മാത്രമായിട്ട് മാറ്റരുതെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ഏത് ഭാഷയും ശ്രമിച്ചാൽ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പം ഞാൻ ചെയ്ത തലശ്ശേരിയിലുള്ള ഒരു ജീവജ് രവീന്ദ്രൻ, ഒരു പയ്യനാണ്, അവൻ സംവിധാനം ചെയ്തൊരു 15 മിനിറ്റിൻ്റെ ഒരു സിനിമ, അതേ കാരണത്താൽ എന്നൊരു സിനിമ. ഞാനും സാധിക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഇപ്പം അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അതിപ്പം യൂട്യൂബിലൂടെ അത് റിലീസ് ചെയ്തു. ഒരുപാട് പേര് ഇതിനകം ആ സിനിമ കണ്ടിട്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ആ സിനിമയിൽ ഞാൻ എൻ്റെ 2 തലങ്ങളും കാണിച്ചിട്ടുണ്ട്. വളരെ ഹ്യൂമറസ് ആയിട്ട് പോയിട്ട് ഏറ്റവും ഒടുവിൽ എല്ലാവരെയും കരയിപ്പിച്ച് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് കഥ നിൽക്കുന്നത്. അപ്പോൾ അതെനിക്ക് വലിയ പ്രതീക്ഷിതൻ്റെ സിനിമയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ തന്നെ ഇപ്പോൾ 2-3 ആൾക്കാർ ഇതുപോലുള്ള 15 മിനിറ്റ് സിനിമകൾ എന്നെ നായകനായിക്കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇപ്പോൾ വരാനിരിക്കുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരുപാട് നല്ല സംവിധായകർ അവരുടെ പടങ്ങളിലേക്ക് നല്ല കഥാപാത്രങ്ങൾ വളരെ നന്നായിട്ട് എനിക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഒക്കെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. ഈ ഒരു സിനിമയിലും അതേപോലെ തന്നെ സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ രംഗത്തും ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കും. ഭാര്യ വളരെ സപ്പോർട്ടീവ്. ഭാര്യ മാത്രമല്ല, ഭാര്യ, അമ്മ, 2 ചേട്ടന്മാർ, സ്വർഗത്തിലിരുന്ന എൻ്റെ അച്ഛനും. കാരണം ഏട്ടന്മാർ ഒരാൾ വക്കീലാണ്, ഒരാൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നു. പക്ഷേ ഇന്നും പണ്ട് ഞാനും ഒരു ഉദ്യോഗസ്ഥനാവണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ താളം തെറ്റി ഇങ്ങനെ പോയി. പക്ഷേ ഇന്ന് ഏട്ടന്മാർ പോലും വിനോദ് കപൂറിൻ്റെ ഏട്ടനാണെന്നുള്ള രീതിയിൽ അറിയപ്പെടുമ്പോഴൊരു സുഖം. അതുപോലെ പിന്നെ നാടിൻ്റെ പേര് ഇപ്പോൾ എവിടെ ഇപ്പോൾ ഗൾഫിലേക്ക് ചെല്ലുമ്പോൾ എന്നെപ്പം സിനിമാ രംഗത്തുള്ള ആളുകൾക്ക് എന്നെ കോവൂരെന്നേ വിളിക്കുള്ളൂ. അതെനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യം, നാടിൻ്റെ പേരിൽ ഒരാൾ അറിയപ്പെടുക എന്നുള്ളത്. അത് മുകേഷ് ഏട്ടനാണ് ആ ഒരു പേര് തുടങ്ങി വെച്ചത്. എനിക്ക് ഭയങ്കര കാര്യമുണ്ട്. കൗരെ എന്ന് വിളിക്കുമ്പോൾ ആ കൗര് എന്നല്ല, കൗരെ എന്തൊക്കെയാ കൗരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആ നാടിൻ്റെ ഈ മെഡിക്കൽ കോളേജിൻ്റെയും ചേവാറിൻ്റെയും ഇടയിൽ ഇടങ്ങിക്കിടക്കുന്ന ചെറിയൊരു സ്ഥലമാണ് കോവൂര്. പക്ഷെ അതിനെ ചിലർ അതിനെ പറയാറുണ്ട് അത് തിരുവല്ല കോവൂരാണ്, വേറൊരു കോവൂരുണ്ട് അവിടെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ നല്ല ഇത് കോഴിക്കോട് കോവൂരാണിത്, അവിടുത്തെ ആളാണ് ഞാൻ പറയാറുണ്ട്. അതേപോലെ കേട്ട മറ്റൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കോടൻ സ്ലാങ്
മണിയമ്പിള്ള രാജുവിനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടിട്ടുണ്ട്. ഉണ്ട്. ഞാനത് പിന്നെ സെവൻസ് എന്ന് പറഞ്ഞ ജോഷിയുടെ പടത്തിൽ, ആ ജോഷിയുടെ പടം കോഴിക്കോട് നടക്കുമ്പം എന്നെ ഇക്ബാൽ കുറ്റിപ്പുറം നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ച് മഹാറാണിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അയാൾ എന്നെ കൊണ്ടിട്ട് ജോഷിയുടെ റൂമിലേക്ക്. ജോഷിയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. എടാ സാർ ഇതാണ് ഞാൻ പറഞ്ഞ വിനോദ് കൗർ. അപ്പോൾ അയാൾ വിനോദ് കൗർ അല്ലേ, വിനോദ് കൗർ പിന്നെ എൻ്റെ ഈ പടത്തിലൊന്ന് സഹായിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജോഷി സാറ് ഞാൻ എന്താ സാർ അത് ഇതൊരു തനിയൊരു കോഴിക്കോടൻ പടമാണ്. അപ്പോൾ ഇതിൽ മണിയമ്പിള്ള രാജു ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട്, ഒരു ബ്രോക്കറാണ്. അപ്പോൾ അവൻ തിരുവനന്തപുരത്തുകാരനാണ്, അവൻ അതേ നാവിൽ വരും. അപ്പോൾ അതൊന്നും വിനോദ് മാറ്റി കൊടുക്കണം, അത് കോഴിക്കോടാക്കണം. അപ്പം ഞങ്ങളുടെ കൂടെ വേണം, പടം കഴിയണവരെ ഞങ്ങളുടെ കൂടെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് നല്ലൊരു റെമ്യൂണറേഷനൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ അതിൽ തുടങ്ങുന്നത്. അങ്ങനെ കോഴിക്കോട് വെച്ചാൽ വലിയൊരു അനുഭവമാണ്. കാരണം ജോഷിയായിട്ടൊക്കെ നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ മണിയമ്പിള്ള രാജു ഇതിന് മുമ്പ് ഒരു റിയാലിറ്റി ഷോയിൽ എന്നെ ജഡ്ജ് ചെയ്ത ഒരു പരിചയം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും വലിയ കാര്യമായി. അങ്ങനെ ആ പടത്തിൽ മൊത്തം. അതുപോലെ തന്നെ എനിക്ക് ഭാഗ്യം കിട്ടിയ വേറൊരു പടമാണ് ഉസ്താദ് ഹോട്ടൽ. ഉസ്താദ് ഹോട്ടലിലും പടം തുടങ്ങുന്നതിന് മുമ്പ് അൻവർ റഷീദും അതിൽ പിന്നെ സലാം എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേറ്റ് ഡയറക്ടറും അവരൊക്കെ എന്നെ അവരുടെ താമസിക്കുന്ന ഫ്ലാറ്റിൽ വിളിച്ചിട്ട് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് മൊത്തം ഞാനും അവിടെ കോഴിക്കോടുള്ള ശശി എന്ന് പറഞ്ഞിട്ട് എരഞ്ഞിക്കൽ ശശി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് ഇതിനെ കോഴിക്കോടൻ സാധനങ്ങൾ അതിനകത്തെല്ലാം വരുന്നത്. അതും വലിയൊരു അനുഭവമാണ്. കാരണം ആ സിനിമ ഭയങ്കര ഹിറ്റായല്ലോ. കാരണം അതിൽ ഞാൻ ചെറിയൊരു വേഷമാണ്. ഞാൻ ആ സിനിമയിൽ ചായടിക്കാരൻ എന്നുള്ള ആസു എന്നുള്ളൊരു ക്യാരക്ടർ. പക്ഷെ എന്നാലും അത്ര നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പം ഇനിയുള്ള പ്രതീക്ഷകളെന്ന് പറഞ്ഞാൽ ഇപ്പം ഏപ്രിൽ വരെ ഞാൻ സിനിമകൾക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് 10 ദിവസമായിട്ടും 20 ദിവസമായിട്ടൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പം തമിഴിൽ വളരെ ഹിറ്റായി മാറിയൊരു സിനിമയുടെ ആ സിനിമ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് മാറ്റി ചെയ്യുന്നുണ്ട്. ആ സിനിമയിലേക്കും ഒരു ക്യാരക്ടർ ഒരു സംവിധായകൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അണിയറയിൽ ഞാൻ കേൾക്കുന്ന ന്യൂസുകൾ എനിക്കൊരു ഡയറക്ടർ മാത്രമേ പ്രതീക്ഷ എന്നുള്ളൂ. എന്നെ നായകനാക്കിക്കൊണ്ട് 2-3 പേര് ഇങ്ങനെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ വലിയ സ്വപ്നങ്ങളാണ്. കാരണം ഒരു കഥ ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാനും നമ്മുടെ മലബാർ ടച്ചുള്ള അതെ ഒരു മലബാർ സംഭവമാണ്. അതിൽ ഞാനും മമ്മൂക്കയാണ് അതിനകത്ത് കേന്ദ്ര കഥാപാത്രങ്ങൾ. അങ്ങനെ തന്നെ ആലോചിക്കുമ്പോൾ പറയാമല്ലോ എൻ്റെ ഹ്യൂമർ എന്തായിരിക്കും എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ ഞാൻ ചെയ്ത ഒരുപാട് സീരിയസ് സാധനങ്ങളുണ്ട്. ഇപ്പോൾ അമൃത ടി വിയിൽ ഞാൻ ചെയ്ത ആളുകളെ കരയിപ്പിക്കുന്ന കുറേ 2-3 സംഭവങ്ങളുണ്ട്. മ്യൂസിക്കലി ഞാൻ ചെയ്ത സാധനം മൈമിങ് ടൈപ്പിൽ ആ ഐറ്റംസൊക്കെ കണ്ടിട്ട് എന്നെ വെച്ചിട്ട് ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ഒരു പടം ചെയ്യാനൊരു സംവിധായകൻ മനസ്സുണ്ട്. അതും കഥയൊക്കെ എന്നോട് പറഞ്ഞു. വളരെ പേര് വരിട്ടുണ്ട് ആ സിനിമയ്ക്ക്. അതൊക്കെ ഇപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിട്ട് നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ മറിമായും ഒരു ടേണിംഗ് പോയിന്റ് ആണ് തീർച്ചയായിട്ടും. കാരണം മൊയ്തു എന്ന കഥാപാത്രം ഞാൻ ദൂരദർശൻ വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശൻ മലയാളത്തിൽ എത്തിയപ്പം ആദ്യം പ്രോഗ്രാം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ദൂരദർശൻ ഫസ്റ്റ് പ്രോഗ്രാം. അതിനുശേഷം വന്ന എല്ലാ ചാനലിലും പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ഈ പറഞ്ഞ ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളി, അമൃത തുടങ്ങി ദർശന ടി വി എല്ലാം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന എല്ലാ ടി വികളും ഏറ്റവും ഒടുവിൽ വന്ന ടി വിയാണ് മഴവിൽ മനോരമ. അതിലും വളരെ നല്ലൊരു, കാരണം ഇത്രയും കാലം ചെയ്ത കഥാപാത്രങ്ങൾ 8 വർഷം കൊണ്ടൊരു പ്രോഗ്രാം ഇത്രയും ഹിറ്റായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതിലും ഞാൻ നമ്മുടെ കോഴിക്കോട്ടുകാരോടും കോഴിക്കോടൻ ഭാഷയോടുള്ള നന്ദിയാണ്. കാരണം എൻ്റെ മൊയ്തു എന്നുള്ള കഥാപാത്രം അങ്ങൾ കുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളപ്പം ചിരിക്കും. കാരണം അത് ഈ മറച്ചുവെക്കലില്ല. അതിപ്പോൾ അങ്ങനെ നടക്കൂല. അങ്ങൾ വിചാരിക്കുമ്പോൾ സംഭവം എന്തൊക്കെ നിങ്ങൾ പറയണത്, ഇതൊന്നും നിങ്ങൾ വിചാരിക്കുമ്പോൾ കിട്ടുന്ന കാര്യമല്ലാന്ന് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ചിരിക്കും. കാരണം പണ്ടൊക്കെ കോഴിക്കോട് അങ്ങാടി കൂടെ നടക്കുമ്പോൾ മാത്രമേ ആളുകൾ എന്നെ തിരിച്ചറിയുള്ളൂ. ഇന്നിപ്പോൾ എറണാകുളത്ത് കൂടെ നടക്കുമ്പോഴും തിരുവനന്തപുരത്ത് കൂടെ നടക്കുമ്പോഴും ആളുകൾ എന്നെ വിദേശത്ത് പോയാലും ഒക്കെ വിദേശത്തെ മലയാളികളുടെ സ്നേഹം ഭയങ്കരമാണ്. അവർക്കാണ് നാടിനെ കുറിച്ച് വല്ലാത്തൊരു, കാരണം ഈ മറിമായം പരിപാടി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ വിദേശത്ത് ഒരു 5-6 തവണ അടുപ്പിച്ച് പോകാനുള്ള ഭാഗ്യമൊക്കെ എനിക്കുണ്ടായത്. അപ്പോൾ ഇപ്പം കൊല്ലത്തിലൊക്കെ ആളുകൾ കാണുമ്പോൾ മറിമായത്തിലെ ചേട്ടനല്ലേ എന്നൊക്കെ അവരുടെ നിങ്ങൾ അങ്ങനെ പറയട്ടാ. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ നമ്മുടെ നല്ല ഭാഷ അതെ ഞാൻ മറിമായത്തിലെ വിനോദൻ, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കല്ലേ, നിങ്ങൾ മറ്റേമാതിരി സംസാരിക്കും. എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിലെല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ, അത് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മുടെ പപ്പുവേട്ടനൊക്കെ തുടങ്ങി വെച്ചൊരു സാധനമല്ലേ. കാരണം ഞാനൊക്കെ പപ്പുവേട്ടൻ്റെ സിനിമകളൊക്കെ ഇപ്പം വെള്ളാനകളുടെ നാട്, താമരശ്ശേരി ചുരം, അതെ ആ സിനിമയ്ക്ക് എത്ര തവണ കണ്ടതെന്ന്. അതേപോലെ മോഹൻലാലും പപ്പുവേട്ടനും കൂടി കൂടിക്കഴിഞ്ഞാലൊരു ഭയങ്കര സംഭവമുണ്ടോ. അതൊക്കെ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിവരെ പറ്റിയൊക്കെ ഇങ്ങനെ പപ്പുവേട്ടനൊന്നും സ്ക്രിപ്റ്റ് ഇല്ല അത്രേ സിനിമയിൽ, പപ്പുവേട്ടന് തോന്നിയത് പറയാമെന്നാണ്. അങ്ങനെയുള്ളൊരു ഭാഗ്യമില്ല. അതുപോലെ മാമുക്കോയെ മാമുക്കോയപ്പോൾ ഇസൈനസ് അബ്ദുള്ളയിൽ മറ്റേ വേഷം മാറ്റി കൊണ്ടിട്ട് അല്ല അത് വേണ്ട മാണ്ടേന്നോ ചോദിക്കുന്ന സാധനം അത് മതിയല്ലോ ജനങ്ങൾക്ക്. ആ ഒറ്റ സാധനം മതി. കോഴിക്കോടൻ ഭാഷയിൽ ഒരു സാധനം റിക്വസ്റ്റ് ചെയ്താൽ ഇങ്ങോട്ട് തന്നാൾടാ,
ഇങ്ങോട്ട് എന്നേക്കി എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തു. അത് വേറൊരു ജില്ലക്കാരൻ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ കൊടുക്കൂല. കാരണം അതിനൊരു നിഷ്കളങ്കത ഉണ്ടെന്നൊക്കെയാണ്. അതിനൊരു യാതൊരു വിധത്തിലും മറച്ചുവെക്കലൊന്നുമില്ല, ഒരു നിഷ്കളങ്കത, ഗ്രാമീണത. അതാണ് ഈ മറിമായത്തിൻ്റെ വിജയം. പിന്നെ മറിമായത്തിൽ ഞങ്ങൾ 5 പേരും നമ്മളൊരു കോമ്പിനേഷൻ, അത് അവരുടെ സെലക്ഷൻ. ആ പരിപാടി ഡയറക്റ്റ് ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഡയറക്ടർ, അയാൾ ഞങ്ങൾ ഓരോരുത്തരെയും സെലക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല. ഞങ്ങൾ വിവിധ ഒരു പരിചയമില്ലാത്ത ആളുകളെ തമ്മിലായിട്ട് കൂട്ടി മുട്ടിച്ചു. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു കുടുംബം പോലെയായി. ഇപ്പം സ്ക്രിപ്റ്റിലൊക്കെ ഒരു ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഞങ്ങൾ 5 വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലും സാധനങ്ങൾ വരും, അത് ഭയങ്കര ഹിറ്റായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഒരു കൂട്ടാണ് ഈ സംവിധായകനും ഞങ്ങൾ 5 പേരും തമ്മിലുള്ള ഒരു കൂട്ട് സംരംഭമാണ് മറിമായം. അത് അത്രയും ഹിറ്റായാലും വളരെ. അതുപോലെ തന്നെ നന്നായി പാട്ട് പാടും. ഒന്ന് നമുക്ക് ചെറിയ പറമ്പില് ചെന്തങ്ങിൻ ചോട്ടില് ചെണ്ടമുറി പോലെ പെണ്ണൊരുത്തി, കണ്ടാലും വേണ്ടില്ലോള് കേട്ടാലും വേണ്ടില്ലോള് ഓലക്കൊടി കൊത്തൊരു കയ്യുമെയ്യും. ചെറിയ പറമ്പില് ചെന്തങ്ങിൻ ചൊട്ടില് ചെണ്ടമുറി പോലെ പെണ്ണൊരുത്തി, കണ്ടാലും വേണ്ടില്ലോള് കേട്ടാലും വേണ്ടില്ലോള് ഒല്ലക്കൊടി കൊത്തൊരു കയ്യുമെയ്യും. കണ്ടാലും വേണ്ടില്ലോള് കേട്ടാലും വേണ്ടില്ലോള് കണ്ടാലോ പിന്നയോള് കുളിക്കാറില്ല. കണ്ടാലും വേണ്ടില്ലോള് കേട്ടാലും വേണ്ടില്ലോള് കണ്ടാലോ പിന്നയോള് കുളിക്കാറില്ല. കുളിക്കാൻ കുളിച്ചോള് പണ്ടൊരു കാലത്ത് ചകിരി കുഴിയിൽ നിന്ന് കുളി കഴിച്ച്, ചെറിയ പറമ്പില് ചെന്തങ്ങിൻ ചോട്ടില് ചെണ്ടമുറി പോലെ പെണ്ണൊരുത്തി. സ്കൂളിലൊക്കെ ചെന്ന് കുട്ടികളെൻ്റെ ഒരു വീക്ക്നെസ്സാണ്, കുട്ടികളെ സന്തോഷിപ്പിക്കാനാണ് കുഞ്ഞിനി മാഷായിട്ടുള്ള വലിയൊരു ബന്ധം. ഈ വീട്ടിൽ ഈ സീറ്റിലിരുന്നിട്ട്, കാരണം കുഞ്ഞിനി മാഷ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കിയ ഒരാളാണ്. എൻ്റെ അച്ഛനമ്മയോട് കുഞ്ഞിനി മാഷ് പോകുമ്പോൾ പറഞ്ഞിരുന്നു, വിനോദം ഞങ്ങളെ വേറൊരു ജോലിക്കും വിടരുത്, അവൻ കലാകാരനായിട്ട് ജീവിച്ചോട്ടെ, അവൻ നിങ്ങൾക്ക് പേരുണ്ടാക്കി തരുള്ളൂ. അങ്ങനെയാണ് എൻ്റെ അച്ഛനമ്മയൊക്കെ ഒന്ന് ലൂസായത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചു പഠിച്ച് ഇങ്ങനെ ഇപ്പോൾ ഞാൻ കലാജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ എൻ്റെ ഭാര്യ, അതായത് പെണ്ണ് കെട്ടാനും പെണ്ണ് തിരഞ്ഞു പോയപ്പോഴും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, കലാകാരന് പെണ്ണ് എടുക്കൂല എന്നുള്ള സംഭവത്തിൽ. പക്ഷെ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഇനിയും ഈ ശബ്ദവും ജീവനും ആരോഗ്യമുള്ളിടത്തോളം കാലം കല കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ്. താങ്ക് യു. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ഞാൻ ഒരുപാട് ചാനലുകളിൽ അവതാരകനായിട്ട് ഞാൻ പല പ്രോഗ്രാമും ചെയ്ത് ഹിറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോൾ കേരള വിഷൻ്റെ ഒരു അവതാരകനാണ്. ഞാൻ നർമ്മരസം എന്നൊരു പരിപാടി. അപ്പോൾ കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. വളരെ നല്ല ഒരു ടോക്ക് എന്നെപ്പറ്റി ഒരുപാട് നിങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുണ്ടാവും. ഇനി എൻ്റെ കലാജീവിതത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും പ്രാർത്ഥന ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം വിനോദ് കോവൂർ.